ഹലോ, തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഈ അധ്യയന വർഷവും കഴിഞ്ഞു. അപ്പോൾ ഇതാ എൻ്റെ മക്കളുമായിട്ടില്ലേ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ലാസ്റ്റ് ഡേ, ഈ അധ്യയന വർഷത്തെ ലാസ്റ്റ് ഡേ. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും ഒന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്യൂഷൻ ക്ലാസ് തീർന്നു, ഇനിയിപ്പം പുതിയ വർഷത്തെ ക്ലാസ് അല്ലേ തുടങ്ങേണ്ടത്. അത് മിക്കവാറും ഒരു ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ്യിലേ ഞാൻ തുടങ്ങുമല്ലോ. അപ്പോൾ ഇത് നമ്മളെ അമ്പാടിയാണ് കേട്ടോ, നമ്മളെ അപ്പുറത്തെ വീട്ടിലെ. അപ്പോൾ അമ്പാടിയും ദേവൂട്ടിയായിരുന്നു കളിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കിച്ചുവും ധ്യാനും പിന്നെ കുങ്കുവും നേരത്തെ എത്തിയിട്ടുണ്ട്. കുങ്കു എന്ന് പറഞ്ഞ സഹസ്രനാഥ് എന്നിട്ടോ അവൻ്റെ പേര്. അപ്പോൾ ഇത് ധ്യാനും കുങ്കു ഇവിടുന്ന് ചെണ്ടകുട്ടിക്കളിയാണ്. അപ്പോൾ കുങ്കുവിനൊരു യൂട്യൂബ് ചാനലുണ്ട്, കുങ്കൂസ് വ്ളോഗ് എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ നമ്മളെ കിച്ചു വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം മാറി നല്ല ലുക്കിൽ വന്നിട്ടുണ്ട്. നന്ദു ഇതാ സ്കൂളിൽ നിന്ന് വന്ന് ഇങ്ങനെ മാറ്റിയിട്ടെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി രണ്ടാളും കൂടെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യലാണ്. അവർ ചെമ്പന്തൊട്ടി സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ ബസ്സിന് കയറി, അല്ല ബസ്സിനല്ല കേട്ടോ, അന്ന് അവരെ അതിലൊരു കുട്ടീൻ്റെ അച്ഛൻ അവരെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിനെ. അങ്ങനെ അവർ കൊണ്ടാക്കുവാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് കുട്ടികൾ, അവർ ചെമ്പന്തൊട്ടി സ്കൂളിലാണ്. അപ്പോൾ അങ്ങനെ അവർ രണ്ടാളും വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ക്ലാസ്സൊന്നുമില്ല, പിന്നെ വെറുതെ കുറച്ച് നേരം നമുക്കൊന്ന് ഒരുമിച്ചിരിക്കുക, എന്നിട്ട് കുറച്ച് നേരം കളിക്കുകയെല്ലാം ചെയ്യുക, എന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1 മണി 1:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ എക്സാമിൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് നമ്മളിങ്ങനെ കുറച്ച് സമയം ഇറയത്തിരുന്നു. അപ്പോൾ ഇവരോരോ വണ്ടിയും അങ്ങനെയെല്ലാം എടുത്ത് കളിയെല്ലാമാണ്. അങ്ങനെ പിന്നെ കുറേ സമയം വർത്തമാനം പറഞ്ഞതിന് ശേഷം ഞാനിത് ഇവർക്ക് ചെറിയൊരു സ്നാക്കും വെള്ളവും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ വത്തക്ക മധുരം ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ മുറിച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ വെള്ളം മാംഗോൻ്റെ ആണെന്ന് തോന്നുന്നു, മറ്റേ പൊടി കലക്കിയതാണ് രസ്ന വെള്ളം. പിന്നെ സമൂസയാണ് വാങ്ങിയത്. വേറെ സ്നാക്സ് ഒന്നും വാങ്ങാൻ പറ്റില്ല, കാരണം നമ്മളെ നന്ദു പിന്നെ സ്വാമിയാണ്, അതേപോലെ ട്യൂഷന് വരുന്ന ആർജവും സ്വാമിയാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ സമൂസ വാങ്ങിയത്. അപ്പം ഇപ്പം കണ്ടത് സഹസ്രനാഥ്, ഇത് ആർജവ്, ഇത് ദേവു എന്ന് വിളിക്കും, ഇത് ധ്യാൻ, ഇത് സൂര്യകിരൺ, കിച്ചു എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ സ്റ്റുഡൻസ്. രണ്ടാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഈ വർഷം. അപ്പോൾ അവർ കുറച്ച് നാൾ മുന്നേ നിർത്തിയിട്ടുണ്ടായിന്. അപ്പോൾ ഇപ്പം ലാസ്റ്റ് ഉണ്ടായത് ഇവരാണ് കേട്ടോ. അപ്പം എൻ്റെ ഇടതും വലതും ഇരിക്കുന്ന രണ്ടാൾ, കിച്ചുവും കുങ്കുവും, അവർ 7ാം ക്ലാസ്സിലായിരുന്നേ. അപ്പോൾ ഞാൻ 7ാം ക്ലാസ് വരെയുള്ള ട്യൂഷനെ എടുക്കുകയില്ല കേട്ടോ. 8 മുതൽ അങ്ങോട്ട് എടുക്കാൻ എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ഇല്ല. എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിനക്ക് എടുത്തുകൂടെ, 8ാം ക്ലാസ് എടുക്കുക, അപ്പോൾ ഇവിടെ തന്നെ വിടാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ 7ാം ക്ലാസ് വരെ എടുക്കലില്ല കേട്ടോ. അപ്പോൾ ഇവരെ എൻ്റെ അടുത്ത് വരുന്ന ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ നമുക്ക് ഇങ്ങനെ വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാനിങ്ങനെ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ് ഞാൻ പറയുമ്പോൾ, ആ കിച്ചു 5 വർഷമായിട്ട് എൻ്റെ അടുത്ത് ട്യൂഷന് വരുന്നത്. ഓ 3ാം ക്ലാസ് മുതൽ വരുന്നുണ്ട്. അപ്പോൾ ഓനോട് ഞാൻ, നീ 5 വർഷമായില്ലേ, അപ്പോൾ നിൻ്റെ അനുഭവം എന്താണെന്ന് പറ. അപ്പോൾ ഓൻ എന്നെ കുറച്ച് പൊക്കി അടിച്ചിട്ടുണ്ടായിന്. നല്ല സന്ദേശം അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ കുറച്ച് പൊക്കി അടിച്ചിട്ടുണ്ടായിന്. പിന്നെ ഇതാ നമ്മളെ കുങ്കു എനിക്ക് തോന്നുന്നത് 3 വർഷമായി എന്നാണ് തോന്നുന്നത് കേട്ടോ. കുങ്കു 5 പഠിക്കുമ്പോൾ അവനെ, അപ്പോൾ 5, 6, 7 3 വർഷമായിട്ടുണ്ട് കുങ്കുവും വന്നിട്ട്. കിച്ചു 3ാം ക്ലാസ്സിൽ ചെറിയ കുട്ടിയായാലും വന്നതാണ് കേട്ടോ. ഇതുപോലെ എപ്പോഴും എൻ്റെ ഈ സൈഡിൽ തന്നെയാണ് കിച്ചു ഇരിക്കുക, എപ്പോഴും അതെ, അന്നേരം അതെ, ഇപ്പോൾ അതെ അരുവത്ത് തന്നെ ഇരിക്കുക കേട്ടോ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇപ്പം എനിക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇനി അവർ രണ്ടാളും ഉണ്ടാവില്ലല്ലോ, ട്യൂഷൻ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇത്രയും വർഷം കൂടി ഉണ്ടായിട്ട് ഡെയിലി എനിക്ക് തോന്നുന്നു ഞാൻ തിങ്കൾ മുതൽ ശനി വരെ ട്യൂഷൻ എടുക്കും, ഞായറാഴ്ച ഒരു ദിവസം എടുക്കാണ്ടിരിക്കുമല്ലോ. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അങ്ങനെയല്ലാന്ന് ലീവ്, ബാക്കി എല്ലാ ദിവസവും ഞാനിങ്ങനെ ഡെയിലി ഇവരെ കണ്ടുകൊണ്ടിരുന്നല്ലേ. അപ്പോൾ ഇനിയിപ്പം ഇവർ വരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെക്കേഷനെല്ലാം ഇടയ്ക്ക് കളിക്കാനെല്ലാം വരാം. പിന്നെ വെക്കേഷനെല്ലാം ഇവരെപ്പം കളിക്കാനെല്ലാം കൂടെ കേട്ടോ. ഞാനപ്പോൾ അന്നേ പറഞ്ഞു, നിങ്ങൾ വാ നമുക്ക് കളിക്കാം, അതേപോലെ നമുക്ക് ചാലഞ്ചെല്ലാം ചെയ്യുക, വീഡിയോ എടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. നമ്മളെ വേറെയും ടീംസ് ഉണ്ട് കേട്ടോ. ഈ ട്യൂഷന് വരാത്ത കുറച്ച് കുട്ടികളുണ്ട്, കുറച്ച് വലിയ കുട്ടികളുണ്ട്, നമ്മളെ കുട്ടിപ്പട്ടാളം ടീമില്ലേ. അപ്പോൾ അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് വെക്കേഷൻ അടിപൊളിയാക്കാമെന്ന്. വരുമോയെന്നറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ പിന്നെ ഇവരിത് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ്, ഞാൻ ഇവരെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. പിന്നെ ഞാനിത് ഇവരോടെല്ലാവരോടും അഭിപ്രായമെല്ലാം പറയാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തോ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ അങ്ങനെ കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ അവർക്ക് വെള്ളവും ഇതുമെല്ലാം കൊടുത്തു കേട്ടോ, സ്നാക്സ് എല്ലാം കൊടുത്തു. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നേ. പിന്നെ എന്താണ് ദേവൂട്ടി അതിൻ്റെ ഇടയ്ക്ക് അതിലേ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിച്ചുവിന് എന്തോ പറഞ്ഞ് ചിരിപ്പിച്ചതാണ് കേട്ടോ.
നന്ദു കൂടിയുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തായിരുന്നു, വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ വർത്താനെല്ലാം പറഞ്ഞ് കുറേ സമയം ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കളിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് വേണം കളിക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്ത് കളി കളിക്കുന്നല്ല ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് കള്ളനും പോലീസും കളിച്ചാലോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ അൺബൺ സിനിമാ രാജ്യം അത് കളിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കളികളെല്ലാം പറഞ്ഞ് ലാസ്റ്റ് നമ്മളെ തത്താ മൈന പ്രാവ് എന്നുള്ള കളിയില്ലേ, ആ കളിയിലാണ് കേട്ടോ എത്തിയത്. അങ്ങനെ നമ്മളെ വെള്ളം കുടിക്കലും സ്നാക്സ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിതാ എൻ്റെ വക ഓരോ കുഞ്ഞ് ഗിഫ്റ്റ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് പിന്നെ പേന, പെൻസില്, പിന്നെ കോലുമുട്ടായി അതെല്ലാം കേട്ടോ എന്നെക്കൊണ്ട് വരുന്ന കുഞ്ഞ് ഗിഫ്റ്റ് വലുതാണോ ചെറുതാണോ എന്നല്ല കാര്യം. എന്താണ് നമുക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം, അവർക്കത് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഞാനിതാ അവർക്ക് ഗിഫ്റ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തു കേട്ടോ. എല്ലാവർക്കും കൊടുത്ത് അവരത് വാങ്ങിയെല്ലാം വെച്ച് പിന്നെയാണ് എന്താണ് ഇവരെന്നെ ഞെട്ടിച്ചത് കേട്ടോ. അപ്പോൾ ധ്യാൻ അതിന് മുന്നേ ഒരു കടലാസ് പൂതി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിനെ. അപ്പം ധ്യാൻ പെട്ടെന്ന് അത് എനിക്ക് തന്നു. അപ്പോൾ അതിലൊരു ഡയറി മിൽക്കായിരുന്നു കേട്ടോ. ഞാൻ താങ്ക്സ് എല്ലാം പറഞ്ഞു. അപ്പോഴത്തേക്ക് കിച്ചു ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ബാഗ് തുറക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. ഞാനത് കണ്ടു. പിന്നെ സർപ്രൈസ് പറയാൻ പറ്റില്ല. ഞാൻ ധ്യാനോട് ഇത് വാങ്ങുമ്പോൾ തന്നെ ഇവൻ ഈ പാക്കറ്റ് എടുത്ത് തന്നു. അപ്പോൾ ഈ കുങ്കു എടുത്തത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് തന്നെയാണ് കിട്ടീനെ. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എന്തിനാടാ ഇങ്ങനെയെല്ലാം വാങ്ങിയത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് നമ്മളെ ഒരു സന്തോഷത്തിനാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്ലാൻ ചെയ്ത് വാങ്ങിയതല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും പറഞ്ഞു നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല, ആരും അറിയാണ്ട് അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് കുങ്കു എനിക്ക് തന്ന ഗിഫ്റ്റ്, ഒരു വലിയ ഡയറി മിൽക്ക്. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര വലിയ ഡയറി മിൽക്ക് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഇതാ ഒരു പെട്ടി പേനയുണ്ട്, ബ്ലാക്ക് ഇങ്ക് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു നിനക്ക് എന്നാൽ പിന്നെ ഒരു പേന വാങ്ങി തന്നപ്പോൾ ഒരേയിരുന്നോ, നീ ഇങ്ങനെ ഒരു പെട്ടി പേന വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. പിന്നെ ഒരു നോട്ട് ബുക്ക് എല്ലാം വാങ്ങി തന്നിട്ടുണ്ടായിന്. പിന്നെ ഇത് കിച്ചു കൊണ്ടു തന്നതാണ് കേട്ടോ. ഇതിലും കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാം എൻ്റെ ഫേവറേറ്റ്, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിന്, എല്ലാം എൻ്റെ ഫേവറേറ്റ് ഐറ്റംസാണ്. ഇത് ഒരു റെഡ് ഇങ്ക്, പിന്നെ പേനയുണ്ട്. പിന്നെ ഇതാ എൻ്റെ ഫേവറേറ്റ് ഐറ്റം കുപ്പിവള. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സറിഞ്ഞിട്ട് കിച്ചു എനിക്ക് കുപ്പിവള വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായ കുപ്പിവള ഊരി മാറ്റിയിട്ട് ആ കുപ്പിവള എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. വീഡിയോയിൽ കാണുമ്പോൾ അതൊരു ബ്ലാക്ക് ആയിട്ടാണല്ലേ തോന്നുന്നത്. അത് ബ്ലാക്കും അല്ല, ഒരു മെറൂണും അല്ല, അങ്ങനത്തെ ഒരു കളറാണ്. പിന്നെ നമ്മളെ മുടിക്ക് കുത്തുന്നൊരു ക്ലിപ്പ്, അല്ലേ. അങ്ങനെ എന്തായാലും നമ്മൾ കളിച്ചു. ഫുഡെല്ലാം കഴിച്ചതുകൊണ്ട് പിന്നെ വിശക്കുന്നുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഞാൻ ഇവരെ വിട്ടിട്ടുണ്ടായിന്. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം പിന്നെയും നമ്മൾ കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞിരുന്നു കേട്ടോ. ആർക്കും പോകാൻ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇതേപോലെ കളിയും കാര്യമെല്ലാം ആകുമ്പോൾ പഠിക്കേണ്ട കാര്യത്തിലല്ലേ എല്ലാവർക്കും കുറച്ച് മടിയുണ്ടാവില്ല. അന്നേരം ഇങ്ങനെ ഇവർ ടൈം നോക്കിയിരിക്കും കേട്ടോ. 1 മണിക്കൂർ ആയപ്പാട് പറയും സന്ധ്യച്ച് ഈ സമയമായി പോട്ടെ എന്ന് പറയേ. ഇന്നിപ്പം കളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ആർക്കും ഒരു തിരക്കുമില്ല. പിന്നെ ഞാനിങ്ങനെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആയാലും ഈ വർഷം പക്ഷേ കുറവായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷമെല്ലാം ഞാൻ ഇടയ്ക്ക് ഇവർക്ക് ബോറടിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ കളിപ്പിക്കും കേട്ടോ. കുറേ സമയം പഠിച്ച് ഒന്ന് ബോറടിക്കുമ്പോൾ അവരെ മൈൻഡൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും കളിപ്പിക്കും. ഇല്ലെങ്കിൽ
എന്തെങ്കിലും എന്താ നമ്മൾ നമ്പേഴ്സ് എണ്ണീറ്റും അതേപോലെ എന്തെങ്കിലുമെല്ലാം കളി കളിപ്പിക്കും അവരെ മൂടൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഇപ്രാവശ്യം കുറച്ച് കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്നാലും ഇടയ്ക്ക് കളിച്ചിട്ടുണ്ടായിനെ. പിന്നെ ട്യൂഷൻ കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ കളിക്കലുണ്ടായിന്. അങ്ങനെ എന്തായാലും അന്നും നമ്മൾ ഒരുപാട് സമയം കളിച്ചു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ആടി ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡാക്കിയത്, ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. അങ്ങനെ ലാസ്റ്റ് കുറേ സമയം കളിച്ച് പിന്നെ എല്ലാവരും പറഞ്ഞു മതി നമുക്ക് നിർത്താം, നമുക്കെന്നാൽ പിന്നെ കൂട്ടാന്ന് പറഞ്ഞിട്ട് നമ്മളെ മാർക്കെല്ലാം കൂട്ടിയിട്ട് ഫസ്റ്റ് സെക്കൻഡെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കിച്ചു വന്നിട്ടാ ഫസ്റ്റ് എയർ, സെക്കൻഡ് ഞാനാണെന്ന് തോന്നുന്നു. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ കിച്ചു ഒരുപാട് മുട്ടായിയും കൊണ്ടാണ് വന്നതിനെ. ആ മുട്ടായി എല്ലാം എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും മുട്ടായിയും വാങ്ങി എന്നോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി മൂന്നാളും ഇനിയിപ്പം ഞാൻ എപ്പോഴാണ് ട്യൂഷൻ എടുക്കുന്നത് വെച്ചാൽ അന്നേരം അവർ വീണ്ടും വരും. ഒരാളിനി 5ലേക്ക്, ഒരാളിനി 6ലേക്ക്, ഒരാളിനി 7ലേക്കാണ് കേട്ടോ. അപ്പോൾ അവരെന്തായാലും അടുത്ത വർഷം എൻ്റെ അടുത്ത് ട്യൂഷൻ ഉണ്ടാവും. കിച്ചുവും കുങ്കും പിന്നെ അവരിനി ഉണ്ടാവില്ല കേട്ടോ. അവർ വേറെ സ്ഥലത്തേക്കാണ് ട്യൂഷന് പോവുക. അപ്പോൾ എന്തായാലും ഒരുപാട് മിസ് ചെയ്യുക അവരാ. അപ്പോൾ ഇനി എല്ലാവരും പുതിയ ക്ലാസ്സിലേക്ക് പോകാൻ പോവുകയാണ്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഞാൻ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. കിച്ചും കുങ്കുവിന് ഹൈസ്കൂളിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇത്രയും നമ്മളൊരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മളെന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാനും എൻ്റെ മക്കളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.